ഞാൻ സുജിത രതീഷ് ഫ്രം sooji'scooking.com. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട റവ കേസരി. നമ്മുടെ തമിഴ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ശൈലിയിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന റവ കേസരി അഥവാ കല്യാണ കേസരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കേസരി തയ്യാറാക്കാനായിട്ട് അടി കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂ നട്ട്, ഒരു പിടി കാഷ്യൂ നട്ട് ചേർത്ത് കാഷ്യൂ നട്ട് ഗോൾഡൻ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു പിടി മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഗോൾഡൻ ആയിക്കോട്ടെ. തീ ഇടത്തരം തീയിൽ വേണം എപ്പോഴും സ്റ്റീൽ പാത്രങ്ങൾ അടുപ്പിൽ വെക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. സ്റ്റീൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു നോൺ സ്റ്റിക്ക് പാനോ അടിക്കട്ടിയുള്ള ഏത് പാനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഈ കാഷ്യൂ നട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ നെയ്യിൽ നമുക്കൊരു പിടി ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. ഉണക്കമുന്തിരി പെട്ടെന്ന് റെഡിയായിട്ട് വരും, നല്ല ബോൾ പോലെ പൊങ്ങി വരും. അപ്പോൾ തന്നെ അത് പാനിൽ നിന്ന് മാറ്റണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ ഡിഷിൻ്റെ ടേസ്റ്റും മാറും. അപ്പോൾ ഈ മുന്തിരി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്തെടുത്ത് നമ്മുടെ റവ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്, വറക്കാത്ത റവ അഥവാ സൂജി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടത്തരം തീയിൽ വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, റവ ഗോൾഡൻ ആയി നല്ല കരിഞ്ഞൊന്നും പോകരുത്. വൈറ്റ് കളറിൽ തന്നെ നല്ല ക്രിസ്പായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, തീ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇടത്തരം തീയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. നെയ്യിൽ ഈ റവ റെഡിയായെന്ന് അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. ഈ റവയും നെയ്യും കൂടെ മൂത്ത് വരുമ്പോൾ ഒരു നല്ല സ്മെല്ലുണ്ടാവും. ആ സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. റവ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് റവയിലേക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ കേസരി നല്ല ലൂസായിട്ടിരിക്കണേ ഒരു 2.25 കപ്പ് 2.5 കപ്പ് വെള്ളം വരെ ഉപയോഗിക്കാം. ഞാൻ ശരിക്കും 2.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 2.25 കപ്പ് വെള്ളം. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ പറ്റില്ല കേസരിയിലെന്ന് ഉള്ളവർക്ക് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാം, നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് ഈ നെയ്യുടെ ഓവർ ടേസ്റ്റ് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ പ്രത്യേകം കട്ട കെട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് റവ കുക്കാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. തീ ഇടത്തരമായിരിക്കണം. തീ കൂട്ടിയിട്ട് റവ അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ വെള്ളം മുഴുവൻ റവ അബ്സോർബ് ചെയ്യണം. എന്നിട്ട് അതൊന്ന് തിക്കായി വരണം. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരിക്കലും റവ കുക്കാകുന്നതിന് മുമ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. ആദ്യമേ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ റവ കുക്കാകില്ല. അതുകൊണ്ട് റവ നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ റവ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് അത്യാവശ്യം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ആവാനുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അടിയിൽ യാതൊരു കാരണവശാലും പിടിച്ച് പോകരുതേ. അപ്പോൾ ഇതാ റവ അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ മധുരത്തിൻ്റെ ഒരു പാകം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂടുതലോ കുറവോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത ഉടനെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ പഞ്ചസാര അലിഞ്ഞു വരണം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ റവ വീണ്ടും നല്ല മോയിസ്റ്റ് ആൻഡ് സോഫ്റ്റായി വരുന്നുണ്ട്. ഒന്നുകൂടി കുറച്ചുകൂടി ഒരു ലിക്വിഡ് പരുവത്തിലായല്ലേ. അത് ഈ പഞ്ചസാര അലിയുന്നതുകൊണ്ടാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരട്ടെ. പഞ്ചസാര നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത് കേട്ടോ. അതൊരല്പം വെള്ളത്തിൽ കലർത്തിയിട്ട് വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല. ഫുഡ് കളർ ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് സാഫ്രോൺ കുറച്ച് മിൽക്കിൽ കലർത്തിയിട്ട് ചേർത്താൽ മതി. അപ്പം നല്ലൊരു യെല്ലോ കളർ കിട്ടും. അതല്ല ഇനി കേസരി യെല്ലോ കളറിൽ വേണമെങ്കിലോ യെല്ലോ ഫുഡ് കളർ ചേർത്താലും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കളറ് കേസരിയുടെ എല്ലാ ഭാഗത്തും എത്തണം, ഇല്ലെങ്കിൽ അവിടെ വെളുപ്പും ഓറഞ്ചും ആയിട്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കേസരിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നറുനെയ്യ് അവസാനം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ കല്യാണ വീട്ടിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കിട്ടുന്ന പോലെയുള്ള ഭയങ്കര നല്ല മണവും ടേസ്റ്റും കേസരിക്ക് കിട്ടുക. ഇനി ഇത് ഇടത്തരം തീയിൽ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഈ
കേസരി ഒട്ടും അടിയിൽ പിടിക്കാതെ ഇങ്ങനെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ ഇങ്ങ് പോരണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ഇതാ കേസരി പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഏറെക്കുറെ നല്ല പാകമായി കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് അവസാനമായി ചേർക്കേണ്ടത് ഒരല്പം ഏലക്കാത്തരിയാണ്. അതും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഈ കേസരിയുടെ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഇത് നമ്മൾ സ്പൂണിലെടുത്തിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് നോക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് റോൾ ചെയ്യാൻ പറ്റണം. അത് ഒട്ടും സ്റ്റിക്കി അല്ലാതെ നമ്മുടെ കയ്യിലും പാനിലും ഒന്നും പിടിക്കാതെ ഇതുപോലെ ചെറിയ ലഡ്ഡു പോലത്തെ ബോൾസ് ആക്കി എടുക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ കേസരി പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പിന്നെ ചൂടോട് കൂടിയോ തണുത്തോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കഴിക്കുക. എനിക്ക് കുറച്ച് ചൂടുള്ള കേസരിയാണ് ഇഷ്ടം. പിന്നെ ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പഞ്ചസാരയുടെ അളവ് ഒരു കപ്പിൽ കൂടുതലായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മധുരം വളരെ കൂടുതലായിരിക്കും. കാരണം ഒരു കപ്പ് വളരെ ആപ്റ്റാണ് ഇതിന്. പെർഫെക്റ്റ് മധുരമാണ് ഒരു കപ്പ് ചേർക്കുമ്പോൾ. പിന്നെ 1/4 കപ്പായാൽ കുറച്ച് മധുരം കുറവുള്ളവർക്ക് അങ്ങനെ ചേർത്താലും മതി. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നെയ്യാണ്. നെയ്യ് നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അളവിലാണ് ഞാൻ നെയ്യ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പൊതുവേ ഒരു കപ്പ് റവയ്ക്ക് 2 കപ്പ് നെയ്യ് വരെയൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. നെയ്യ് കൂടുന്നതിനനുസരിച്ച് വായിലിട്ടാൽ ആ മെൽറ്റിംഗ് കൂടും. ഒന്നുകൂടെ ഒരു സോഫ്റ്റായിട്ടും അലിഞ്ഞും നമുക്ക് കേസരി കിട്ടും. പക്ഷേ നമുക്കത് കഴിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അറിയാമല്ലോ, നെയ്യ് ഒരുപാട് അങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.